കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ദേ നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങയിലയാണ് ഇപ്പോൾ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ടുള്ളത്. എങ്ങനെ വേഗം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കവറിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഈ കവറൊന്ന് കെട്ടി വയ്ക്കണം. ഇങ്ങനെ നമ്മൾ കാലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തേക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതല്ല വൈകുന്നേരം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് നമുക്ക് വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുരിങ്ങയിലൊന്നും വാടയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടും. നമുക്ക് ഇതൊന്ന് കെട്ടി വയ്ക്കാം. ഇങ്ങനെ ഒന്ന് കുടയുമ്പം തന്നെ അത് ചെയ്യണ്ട, ആ ഇലയൊക്കെ ഇങ്ങനെ വീഴും. നല്ല ഫ്രഷായിട്ട് കിടക്കണ്ട ഇല, കുഴപ്പമില്ലല്ലോ. ബാക്കി നമുക്ക് ഇങ്ങനെ കുടഞ്ഞിടാം. ഇലയൊക്കെ കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കള ഭാഗം പിടിച്ച് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇതൊക്കെ പൊഴിഞ്ഞ് വീഴണ്ട. നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ വലിയ സൈസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് പറക്കി കളഞ്ഞാൽ മതി. നമ്മളിത് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇത് പെട്ടെന്ന് നന്നാക്കി കഴിയും. നമ്മൾ കുടഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഒരു ബോക്സിലാക്കി ഇങ്ങനെ കഴുകാണ്ട് തന്നെ ഇങ്ങനെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് മാത്രം എടുത്ത് അത് കഴുകിയാൽ മതി. ആവശ്യത്തിനനുസരിച്ച് നമ്മളെടുത്ത് കഴുകി നമുക്കപ്പം തന്നെ അത് പാചകം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെടുത്ത് വയ്ക്കേണ്ടത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു മുട്ടയുടെ കൂടെയൊക്കെ ഒരു ഇത്തിരി ഇലയൊക്കെ ഇട്ടൊന്ന് കുത്തിപ്പൊരി പോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിക്കും. ഇല കഴിക്കാത്ത കുട്ടികൾ, ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഇലയാണ് നമ്മുടെ മുരിങ്ങയില. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ തേങ്ങയൊക്കെ ചിരവിട്ട് കഞ്ഞി കുടിക്കില്ലേ, അതുപോലെ തന്നെ ഈ മുരിങ്ങയില കഴിച്ചാലും നന്നായിട്ട് പാലുണ്ടാവും. അങ്ങനെയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അമ്മമാർക്കൊക്കെ അറിയാം. പറയാത്ത ആൾക്കാരും ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. പിന്നെ നമുക്ക് മുരിങ്ങയിലയും ചെറുപയറും കൂടെ വയ്ക്കാം, പരിപ്പും ഈ മുരിങ്ങയിലയും കൂടെ വയ്ക്കാം. അങ്ങനെ കുറേ സൈസ് കറികൾ നമുക്ക് ഈ മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.